നാളത്തെയും 5-ാം ദിനവും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരച്ചിൽ കേന്ദ്രീകരിച്ചത് ഈ 6 സോണുകളിലായാണ്. ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വരെയും അവിടെ റഡാർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു കണിക നമുക്ക് ലഭിച്ച പ്രതീക്ഷയുടെ കണിക നമുക്കൊരു സൂചന ലഭിച്ചത്. പക്ഷേ അത് അസ്ഥാനത്തായി പോയി. ഇപ്പോൾ ഇനിയുള്ള തിരച്ചിലെല്ലാം ഈ സോണുകൾ കേന്ദ്രീകരിച്ച് പതിവ് രീതിയിൽ തന്നെ തുടരും. എപ്പോഴും ഈ ഒരു രക്ഷാപ്രവർത്തനം കൂടി നമുക്ക് കാണിച്ചു തന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ ദിനം ഈ കമല അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു ആക്സസ് പോയിന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. മുണ്ടക്കൈയിൽ എന്താണ് നടക്കുന്നത്, എന്ത് സംഭവിച്ചു എന്ന് ചൂരൽമലയിൽ നിന്നെടുത്ത ആകാശ ദൃശ്യങ്ങളല്ലാതെ ഒന്നും നമുക്ക് സാധ്യമായിരുന്നില്ല. അങ്ങോട്ടേക്ക് പോകാനുള്ള പാലം തകർന്നു. അങ്ങനെ പ്രതിസന്ധികളേറെ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം ഓരോന്നായി വകഞ്ഞു മാറ്റി അതിനിടയിലും പ്രതിസന്ധികൾ വന്നു. അതിനെയും നമ്മൾ അതിജീവിച്ചു. ബെയിലി പാലം സൈന്യം നിർമ്മിച്ചത് ഏറെ ദൗത്യത്തിൽ ക്രൂഷ്യൽ മൊമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ബെയിലി പാലത്തിലൂടെയാണ് ഇന്ന് അവിടെ നടന്ന തിരച്ചിലിൽ പോലും അത്തരത്തിൽ യന്ത്രങ്ങൾ എത്തിക്കാൻ സാധിച്ചത്. അത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ഈ യന്ത്രങ്ങളുണ്ട്, സൈനികരുണ്ട്, NDRF എല്ലാം മറന്ന് കൈമേയും മറന്ന് നിൽക്കുന്ന ഈ സംഘടനാ സംഘങ്ങളുണ്ട്, സേവാ പ്രവർത്തകരുണ്ട്, വോളണ്ടിയർമാരുണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തോടെ തന്നെ ഈ ദിവസങ്ങളിലും അതേ രീതിയിൽ തെരച്ചിൽ പുനരാരംഭിക്കും. തെരച്ചിൽ നാളെ രാവിലെ മുതൽ തന്നെ തുടരും എന്നുള്ളതാണ്. അതിനിടയിൽ ഒരു പ്രതീക്ഷ വന്നിരുന്നു. 1% പ്രതീക്ഷയായിരുന്നു പൂജ, ഞാൻ നേരത്തെ മുതലേ പറയുന്നു. പക്ഷേ 100% എഫേർട്ടായിരുന്നു നമ്മൾ കൊടുത്തത്. 100% നമുക്കൊരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശുഭാപ്തി വിശ്വാസമായിരുന്നു അത്. അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും ആ ഒരു നിരാശ വാർത്തയ്ക്കിടയിലും നാളെയും നമ്മൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള തിരച്ചിൽ പുരോഗമിക്കും. ആ വാർത്ത മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. പൂജ.